ഹലോ ഗായ്സ്, നമ്മൾ ഇന്നുള്ളത് അൻസാറിലാണ്. ആൻഡ് മെയിൻ മോട്ടോ എന്ന് പറയുന്നത് ക്രീം ചീസ് ചിക്കൻ പാസ്തയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് പക്കിൻ്റെ ചീസ്, അതുപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാസ്ത ആൻഡ് നോറിൻ്റെ ചിക്കൻ ക്രീം സൂപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആൻഡ് അതിനോടൊപ്പം നമ്മുടെ ചിക്കൻ, ക്യാപ്സിക്കം, ബ്രോക്കലി ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഇന്ന് നമുക്ക് ഉണ്ടാക്കിയാലോ. ഫസ്റ്റ് ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് തിളച്ചതിന് ശേഷം നമുക്ക് ബ്രോക്കലി ഇട്ട് കൊടുക്കാം. അപ്പം തന്നെ നമുക്ക് ഇത്തിരി ഉപ്പും കൂടി ആഡ് ചെയ്യാം. ചിക്കൻ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ഇത്തിരി പെപ്പർ ഇട്ട് നമുക്ക് വേവിക്കാം. അത് വേവിച്ചതിന് ശേഷം നമുക്ക് അതേ പാനിൽ ഇത്തിരി ബട്ടർ ഇട്ടിട്ട് അതിൽ ഇത്തിരി ഗാർലിക് ആൻഡ് അതിലോട്ട് ഇത്തിരി ക്യാപ്സിക്കം, ആഫ്റ്റർ ദാറ്റ് നമ്മൾ വേവിച്ച് വെച്ച ഈ ചിക്കൻ അതിലേക്ക് ഇടാം. അതൊന്ന് നന്നായി തിളച്ച് വരുമ്പം നമുക്ക് നമ്മുടെ ഈ വേവിച്ച് വെച്ച ബ്രോക്കലി അതിലേക്ക് ആഡ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് നമ്മളൊരു ബൗളിൽ ഈ നോറിൻ്റെ ചിക്കൻ സൂപ്പിൻ്റെ പൗഡർ ആഡ് ചെയ്തതിന് ശേഷം ഇത്തിരി വെള്ളം ഇട്ട് നന്നായിട്ട് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. മേക്ക് ഷുവർ ദർ ഇസ് നോ ചങ്ക്സ്. ആഫ്റ്റർ ദാറ്റ് ഒരു വലിയ പാൻ എടുത്തിട്ട് അതിൽ ഈ നമ്മൾ കുക്ക് ചെയ്തേക്കുന്ന ഈ ചിക്കൻ ബ്രോക്കലി മിക്സ്ചർ, അതുപോലെ തന്നെ നോറിൻ്റെ സൂപ്പ് ഒക്കെ നമുക്ക് ഇട്ട് ഇത്തിരി കുറച്ച് നേരം അത് ബോയിൽ ആവാൻ വേണ്ടി കാത്തിക്കാം. ഇത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഈ ഉപ്പിട്ട് വേവിച്ച പാസ്തയിലേക്ക് ആഡ് ചെയ്യാം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യാം. കുറച്ച് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിച്ച ചീസ് ഇടലാണ്. ഇറ്റ്സ് മെയിൻ തിങ്. അപ്പോൾ നമുക്കൊരു 4-3 ബ്ലോക്സ് അതിലേക്ക് ഇട്ടിട്ട് നന്നായി വേവിക്കാം. ആൻഡ് യുവർ ക്രീം ചീസ് പാസ്ത ഈസ് റെഡി.